നമസ്കാരം. US ഉപരോധം കാരണം വലഞ്ഞ ഇറാൻ ഭാരൽ കണക്കിന് എണ്ണ കടലിൽ ഒഴുക്കുന്നതായി സൂചന. എണ്ണ സംഭരണികൾ നിറയുമ്പോൾ എണ്ണ സൂക്ഷിക്കാൻ വേറെ വഴിയില്ലാത്ത അവസ്ഥയിലാണ് ഇറാൻ. അതിനാലാണ് ഇറാൻ എണ്ണ കടലിലേക്ക് ഒഴുക്കുന്നത്. ഗാർഗ് ദ്വീപിനടുത്തുള്ള ഉപഗ്രഹ ചിത്രങ്ങളാണ് ഈ കാര്യം വ്യക്തമാക്കുന്നത്. കടലിൽ തെളിഞ്ഞ എണ്ണപ്പാടയാണ് ചിത്രങ്ങളിൽ തെളിയുന്നത്. പേർഷ്യൻ ഗൾഫിലുടനീളം എണ്ണപ്പാടകളാണ്. ഗാർഗിനടുത്തുള്ള ഒരു പാടി തന്നെ 120 ചതുരശ്ര കിലോമീറ്ററിലധികം വലുപ്പമുണ്ട്. ഏകദേശം ഒരു പ്രധാന നഗരത്തിൻ്റെ വലിപ്പമുള്ള പ്രദേശമാണിത്. ഇറാൻ പ്രതിദിനം 3 ദശലക്ഷത്തിലധികം ബാരൽ അസംസ്കൃത എണ്ണയാണ് ഉൽപ്പാദിപ്പിക്കുന്നത്. ഇതിൽ ഭൂരിഭാഗവും ഗാർഗ് ദ്വീപിലെ പ്രധാന കയറ്റുമതി ടെർമിനൽ വഴിയാണ് ഒഴുകുന്നത്. കടലിൽ എണ്ണ കലർന്നാൽ അത് സമുദ്രജീവികൾക്കും മത്സ്യബന്ധനത്തിനും മനുഷ്യർക്കും വളരെ അപകടകരമാണ്. മത്സ്യങ്ങൾ കൂട്ടത്തോടെ ചത്തുപൊന്താനും സാധ്യതയുണ്ട്. നിലവിൽ ഇറാൻ്റെ എണ്ണ സംഭരണികളെല്ലാം നിറഞ്ഞു കവിഞ്ഞിരിക്കുകയാണ്. വിറ്റുപോകാത്ത ക്രൂഡ് ഓയിൽ സംഭരിക്കാൻ സ്ഥലമില്ലാത്ത അവസ്ഥയാണ് ഇറാൻ നേരിടുന്നത്. ഇതുകൊണ്ട് തന്നെയാണ് എണ്ണ കടലിലേക്ക് ഒഴുക്കുന്നത്. പേർഷ്യൻ ഗൾഫിൽ നിന്ന് ടാങ്കറുകൾ പുറത്തേക്ക് പോകുന്നത് US തടയുകയാണ്. എണ്ണ ഉൽപ്പാദനമാണെങ്കിൽ ഇറാന് നിർത്താനും കഴിയില്ല. അങ്ങനെ ചെയ്താൽ ഭൂഗർഭ സംഭരണികൾക്ക് കനത്ത നാശം വരും. കിണറുകൾ ദീർഘകാലത്തേക്ക് അടച്ചിടുമ്പോൾ വെള്ളവും വാതകവും പാറക്കെട്ടുകളിലേക്ക് കയറും. പിന്നീട് ഉൽപ്പാദനം പുനരാരംഭിക്കുന്നത് പ്രയാസമാകും. ഒരിക്കലും പഴയ ശേഷി വീണ്ടെടുക്കാൻ കഴിയുകയുമില്ല. അതിനാൽ എണ്ണ ഉൽപ്പാദിപ്പിച്ച ശേഷം അത് കടലിലേക്ക് തള്ളുകയാണ് ഇറാൻ ചെയ്യുന്നത്. ഏപ്രിൽ പകുതിയോടെ US ഉപരോധം ആരംഭിച്ചപ്പോൾ കരയിലെ ടാങ്കുകൾ ഇറാൻ ആദ്യം നിറച്ചിരുന്നു. കടൽ തീരത്ത് പൊങ്ങിക്കിടക്കുന്ന സംഭരണികളായി ഉപയോഗിക്കുന്നതിനായി നിരവധി പഴയ ടാങ്കറുകളെ ഇറാൻ ഉപയോഗിച്ചു. ഇതിലാണ് ഇപ്പോൾ എണ്ണ സൂക്ഷിക്കുന്നത്. ഇറാൻ നിലവിൽ ആഴത്തിലുള്ള പ്രതിസന്ധിയാണ് നേരിടുന്നത്. ഇതാണ് എണ്ണ കടലിൽ തള്ളാനും ഇറാനെ പ്രേരിപ്പിക്കുന്നത്. ആഗോള എണ്ണ വാതക കയറ്റുമതിയുടെ 1/5 ഭാഗവും കടലിലൂടെയാണ് നടക്കുന്നത്. ഇന്ത്യ പോലുള്ള രാജ്യങ്ങളിലേക്ക് ഊർജ്ജ വിതരണത്തിന് ഇത് എപ്പോഴും പ്രധാനവുമാണ്. ഹോർമുസ് കടലിടുക്കിലും പരിസരത്തും ഉണ്ടായ തടസ്സങ്ങൾ ഇതിനകം തന്നെ ലോകത്തിലെ എണ്ണ വില ഉയർത്തിയിട്ടുണ്ട്. ഇത് കാരണം ലോകം ഇപ്പോൾ വിലക്കയറ്റത്തിൻ്റെ പിടിയിലുമാണ്.